നമസ്കാരം. കേരളത്തിലെ വിരലിൽ എണ്ണാൻ കഴിയുന്ന ശേഷിയുള്ള പ്രാമുഖ്യമുള്ള മാധ്യമപ്രവർത്തകരിൽ ഒരാളായിരുന്നു എം വി നികേഷ് കുമാർ. നികേഷ് കുമാറിൻ്റെ മിടുക്കിൽ നിന്നും രൂപപ്പെട്ടതാണ് റിപ്പോർട്ടർ ചാനൽ. പക്ഷെ അദ്ദേഹത്തിന് തൻ്റെ രാഷ്ട്രീയ ബാന്ധവം മൂലം അത് മുമ്പോട്ട് കൊണ്ടുപോകാൻ കഴിഞ്ഞില്ല. വലിയ സാമ്പത്തിക പ്രതിസന്ധിയിലായി. അങ്ങനെ അദ്ദേഹം അത് കൈയൊഴിയാൻ ഇരിക്കുമ്പോഴാണ് അപ്രതീക്ഷിതമായ ഒരു മുതലാളി സംഘത്തെ കിട്ടുന്നത്. വയനാടുകാരായ അഗസ്റ്റിൻ സഹോദരന്മാർ അനേകം സാമ്പത്തിക തട്ടിപ്പ് കേസുകളിൽ പ്രതികളായ, അനേകം തവണ ബാങ്കുകളെ കബളിപ്പിച്ചതിന്റെ പേരിൽ അറസ്റ്റ് അടക്കമുള്ള കേസുകൾ നേരിട്ട അടിമുടി ദുരൂഹതയുള്ള ഒരു സഹോദര സംഘം. അവർ വളരെ ദുരൂഹമായ സാഹചര്യത്തിൽ സമ്പന്നരാവുകയും അവർ റിപ്പോർട്ടർ ചാനലിന്റെ നിക്ഷേപകരായി മാറുകയും ചെയ്യുന്നു. അവരുടെ സമ്പത്ത് ദുരൂഹമാണെന്നും അതിന്റെ പിന്നിൽ ഗോകുലം ഗോപാലനാണ് എന്നുമൊക്കെയാണ് ശോഭാ സുരേന്ദ്രൻ പറയുന്നത്. അതെന്തുമാവട്ടെ, അവരുടെ ഉടമസ്ഥാവകാശത്തിലേക്ക് റിപ്പോർട്ടർ ചാനൽ വന്നതിന് ശേഷം അടിവെച്ച് മുന്നേറ്റമായിരുന്നു. അതിന് രണ്ട് കാരണങ്ങളാണ് ഉണ്ടായത്. ഒന്ന്, മലയാളത്തിൽ ഇന്ന് ജീവിച്ചിരിക്കുന്ന ഏറ്റവും സാമർഥ്യമുള്ള വിഷ്വൽ മാധ്യമ പ്രവർത്തകൻ എന്ന് വിശേഷിപ്പിക്കാവുന്ന ഡോക്ടർ അരുൺകുമാർ അതിപ്രഗത്ഭനായ ഡോക്ടർ ശ്രീകണ്ഠൻ നായരുടെ ട്രെയിനിങ്ങിന് കീഴിൽ നിന്നും പഠിച്ചതൊക്കെ റിപ്പോർട്ടർ ചാനലിലേക്ക് കൊണ്ടുവന്ന് അവതരിപ്പിച്ചു എന്നത് തന്നെയാണ്. രണ്ട്, നിരവധി തട്ടിപ്പ് കേസുകളിൽ പ്രതികളായതുകൊണ്ട് തന്നെ ധാർമ്മികതയോ സത്യസന്ധതയോ ലവലേശമില്ലാതെ മാധ്യമ പ്രവർത്തനത്തെ അതിൻ്റെ ഏറ്റവും വഴിവിട്ട രീതിയിലേക്ക് കൊണ്ടുപോകാൻ ഒരു ഉളുപ്പുമില്ലാതെ മുതലാളിമാർ കൊടുത്ത അനുമതിയും. അങ്ങനെ തിന്മയുടെ പ്രതീകമായി റിപ്പോർട്ടർ ചാനൽ വളർന്നു. നുണക്കഥകളും അതിവൈകാരികമായ പൈങ്കിളി കഥകളും ഒക്കെ കേട്ട് മലയാളികൾ ആകപ്പാടെ വല്ലാത്തൊരു മാനസികാവസ്ഥയിലേക്ക് പോയി. പെട്ടെന്നാണ് റിപ്പോർട്ടർ ചാനൽ മൂന്നാമതെത്തിയത്. ഏഷ്യാനെറ്റിനും 24-നും തൊട്ടു പിന്നാലെ. ഏറെ വൈകാതെ 24-നെ മൂന്നാമതാക്കി റിപ്പോർട്ടർ രണ്ടാം സ്ഥാനത്തേക്ക് കയറി. ഏഷ്യാനെറ്റിന്റെ ഒന്നാം സ്ഥാനവും റിപ്പോർട്ടറിന്റെ രണ്ടാം സ്ഥാനവും തമ്മിൽ ഒരാഴ്ചയിൽ കേവലം 1.5 പോയിന്റിന്റെ മാത്രം വ്യത്യാസമുണ്ടായി. അതിനെ ഒരു കൃത്രിമ വഴി കൂടി അവർ സ്വീകരിച്ചിരുന്നു. കേരളത്തിലെ ഏറ്റവും അധികം ആളുകൾ കേബിൾ കണക്ഷൻ എടുത്തിരിക്കുന്ന കേരള വിഷന്റെ ലാൻഡിംഗ് പേജ് കോടികൾ കൊടുത്തവർ വാങ്ങി. ആര് TV ഓൺ ചെയ്താലും ആദ്യം വരുന്നത് റിപ്പോർട്ടർ ചാനലാകും. അങ്ങനെ കാണുന്ന റിപ്പോർട്ടറിൽ തുടരാൻ കുറച്ചു പേർ തീരുമാനിക്കുക കൂടി ചെയ്തതോടെ റിപ്പോർട്ടറിന്റെ റേറ്റിംഗ് അതിവേഗം ഉയർന്നു. എന്നാൽ ഏഷ്യാനെറ്റും അവസരത്തിനൊത്ത് രംഗത്തിറങ്ങി. ഏഷ്യാനെറ്റിന്റെ സ്റ്റാർ അവതാരകനായ വിനു ജോണിനെ രാവിലെ കൂടി കളത്തിലിറക്കി കളം പിടിക്കുകയും റിപ്പോർട്ടർ ചാനലിന്റെ കള്ളത്തരങ്ങൾ ജനങ്ങൾ തിരിച്ചറിയുകയും ചെയ്തതോടെ റിപ്പോർട്ടർ താഴേക്ക് വീഴുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടത്. ഇപ്പോൾ റിപ്പോർട്ടറും ഏഷ്യാനെറ്റും തമ്മിലുള്ള അകലം ഏതാണ്ട് 15 പോയിന്റിന്റെ വ്യത്യാസത്തിലേക്ക് താന്നിരിക്കുന്നു. റിപ്പോർട്ടറിന്റെ വിശ്വാസ്യത പൂർണ്ണമായും തകർന്നിരിക്കുന്നു. റേറ്റിംഗിന് വേണ്ടി ഏത് വ്യാജ കഥയും ഒരു ഉളുപ്പമില്ലാതെ ഉണ്ടാക്കിയെടുക്കാൻ കഴിയുമെന്ന് റിപ്പോർട്ടർ അനുദിനം തെളിയിക്കുന്നു. അങ്ങനെ റിപ്പോർട്ടർ കൊണ്ടുവന്ന ഞെട്ടിക്കുന്ന ഒരു ബിഗ് ബ്രേക്കിംഗ് ആയിരുന്നു പൊന്നാനിയിലെ ഒരു വീട്ടമ്മയെ മലപ്പുറം SP-യും DYSP-യും CA-യും ചേർന്ന് ക്രൂരമായി ബലാത്സംഗം ചെയ്തു എന്നത്. കേരളത്തെ ഞെട്ടിക്കുന്ന വാർത്തയുമായി ഞങ്ങളിതാ നാളെ വരുന്നു എന്ന് തലേ ദിവസം തന്നെ റിപ്പോർട്ടർ ചാനൽ അനൗൺസ് ചെയ്തത് ആ വാർത്തയുടെ തിരക്കഥയ്ക്ക് പിന്നിൽ റിപ്പോർട്ടറിന് പങ്കുള്ളത് കൊണ്ടാണ്. കമ്മ്യൂണിസ്റ്റ് കൊറിയയിലും കമ്മ്യൂണിസ്റ്റ് ചൈനയിലും ഒക്കെ നടക്കുന്നത് പോലെ നേതാക്കൾ പറയുന്നത് അതേപടി നടപ്പിലാക്കുന്ന ഒരു കിനാലൂർ സ്വപ്നം കണ്ടിരുന്ന PV അൻവർ തന്റെ കച്ചവട താല്പര്യങ്ങളും ക്രിമിനൽ താല്പര്യങ്ങളും പൂർണ്ണമായും സംരക്ഷിക്കപ്പെടാത്തത് കൊണ്ട് പിണറായിയോട് പിണങ്ങി പുറത്തിറങ്ങിയപ്പോൾ റിപ്പോർട്ടർ അതിന്റെ പിതൃത്വം ഏറ്റെടുത്തിരുന്നു. PV അൻവർ തന്നെയായിരുന്നു ആ പൊന്നാനി പീഡന കേസിന്റെ തിരക്കഥയും. പരാതിക്കാരി റിപ്പോർട്ടറോടല്ലാതെ മറ്റാരോടും സംസാരിക്കില്ല എന്ന ഉത്തമ ബോധ്യത്തിലാണ് ലോകത്തെ വിറപ്പിക്കുന്ന വാർത്തയുമായി ഞങ്ങൾ ഇതാ വരുന്നു എന്ന് തലേ ദിവസം പ്രഖ്യാപിക്കാൻ റിപ്പോർട്ടർ ധൈര്യം കാട്ടിയത്. പക്ഷെ റിപ്പോർട്ടിന്റെ ബ്രേക്കിങ്ങിന് മുമ്പ് ഏഷ്യാനെറ്റ് ഈ വാർത്ത ഇതാണെന്നും ഇതിന്റെ പിന്നിൽ ഗൂഢാലോചന ഇതാണെന്നും പുറത്തുവിട്ടതോടെ റിപ്പോർട്ടർ ആദ്യം ഞെട്ടുന്നു. പിന്നീട് അവർ അതിന്റെ പിന്നാലെ പോയിട്ടും ഒരു ഗുണവും ഉണ്ടായില്ല. ഏഷ്യാനെറ്റ് സ്കൂളിൽ വളർന്ന് കേരളത്തിലെ ഏറ്റവും മികച്ച അന്വേഷണാത്മക മാധ്യമ പ്രവർത്തകൻ എന്ന് പേരെടുത്ത TV പ്രസാദ് റിപ്പോർട്ടർ മുതലാളിമാരുടെ 10 കാശ് കണ്ട് കണ്ണു മഞ്ഞളിച്ച് ആ വൃത്തികേടിന് കൂട്ടുനിന്നത് ലോകം ഞെട്ടലോടെയാണ് തിരിച്ചറിഞ്ഞത്. പൊന്നാനിയിലെ വീട്ടമ്മയെ റിപ്പോർട്ടർ സംഘം പണം കൊടുത്ത് ഈ വാർത്ത സൃഷ്ടിക്കാൻ പ്രേരിപ്പിക്കുകയായിരുന്നു എന്ന ആരോപണം പിന്നീട് പലരും ഉയർത്തിക്കൊണ്ടുവന്നു. പൊന്നാനിയിലെ CPM നേതാക്കൾ അടക്കം ഇതിന്റെ പിന്നാമ്പുറ കഥകൾ തുറന്നു പറഞ്ഞു. പുതുതായി തുടങ്ങിയ ഒരു ചാനൽ ന്യൂസ് മലയാളം 24
അതിലെ 2 ലേഖകർ ഈ പരാതിക്കാരുടെ വീഡിയോ പോലും പിന്നീട് പകർത്തി. അത് മറ്റു ചില ഇടപെടലിനെ തുടർന്ന് പുറത്തു വന്നിട്ടില്ലെങ്കിലും അവരെല്ലാം ഒരുമിച്ച് പറഞ്ഞൊരു കാര്യം, വലിയ സാമ്പത്തിക ഇടപാടിനെ തുടർന്നാണ് റിപ്പോർട്ടർ ചാനൽ ഈ സ്ത്രീയെ കൊണ്ട് ഇങ്ങനെ ഒരു പരാതി കൊടുപ്പിച്ചത് എന്നാണ്. പരാതി അന്വേഷിച്ച പോലീസ് കേസെടുത്തില്ല. പ്രാഥമിക അന്വേഷണത്തിൽ പൂർണ്ണമായും ഇത് വ്യാജമാണെന്ന് തെളിഞ്ഞു. അതാണ് ബിഗ് ബ്രേക്കിംഗ് ആയി റിപ്പോർട്ടർ കൊണ്ടുവന്നത്. പരാതി കേൾക്കുമ്പോഴേ തമാശയാണ്. ഈ വീട്ടമ്മ ഒരു ദിവസം ഓട്ടോയിൽ വീട്ടിലേക്ക് പോകുമ്പോൾ ഓട്ടോക്കാരൻ പീഡിപ്പിച്ചു എന്നായിരുന്നു പരാതി. ആ പരാതിയുമായി പോലീസ് സ്റ്റേഷനിൽ ചെന്നു. CI വിനോദ് അപ്പോൾ തന്നെ പരാതി രജിസ്റ്റർ ചെയ്തു. അപ്പോൾ വീട്ടമ്മ പറഞ്ഞു, എനിക്കൊന്ന് സംസാരിക്കണം, ഞാൻ വീട്ടിൽ പോയിട്ട് വരാമെന്ന്. വിനോദ് അപ്പോഴത്തേക്കും കാര്യങ്ങൾ അന്വേഷിച്ചു. ഈ വീട്ടമ്മ ഇങ്ങനെ പലർക്കെതിരെയും പരാതി കൊടുക്കാറുണ്ടെന്നും അവർക്കെതിരെ FIR ഇടുന്നതിന് തൊട്ട് മുമ്പ് അവരുമായി ഒത്തുതീർപ്പ് ചർച്ച നടത്തി പണം കൈപ്പറ്റി പിന്മാറുന്നത് പതിവാണെന്നും മനസ്സിലാക്കി. അതിന് അവസരം കൊടുക്കാതെ അപ്പോൾ തന്നെ CI വിനോദ് വീട്ടമ്മയുടെ പരാതിയുടെ അടിസ്ഥാനത്തിൽ FIR ഇട്ട് ഓട്ടോക്കാരനെ അറസ്റ്റ് ചെയ്തു. വീട്ടിൽ പോയി സെറ്റിൽമെന്റിന് വേണ്ടി എത്തിയ വീട്ടമ്മ അറിയുന്നത് പരാതി രജിസ്റ്റർ ചെയ്യപ്പെട്ടു എന്നാണ്. ഇതോടെ തനിക്ക് കിട്ടാനുള്ള കാശ് ലഭിക്കില്ല എന്ന് ബോധ്യമായി. ആ വീട്ടമ്മ CI തന്നെ ബലാത്സംഗം ചെയ്തു എന്ന് പറഞ്ഞ് DYSP VV ബെന്നിക്ക് പരാതി കൊടുക്കുന്നു. VV ബെന്നി സത്യസന്ധനായ ഉദ്യോഗസ്ഥനാണ്. VV ബെന്നി അന്വേഷിച്ചപ്പോൾ ആ വീട്ടമ്മയുടെ വീട്ടിലോ ആ പരിസരത്തോ CI പോയിട്ടില്ല. എന്ന് മാത്രമല്ല, ഈ വീട്ടമ്മ ഇതിനു മുമ്പ് സമാനമായ പല കേസുകളും കൊടുത്തിട്ടുണ്ട് എന്ന് മനസ്സിലാക്കുന്നു. കൂടെ താമസിക്കുന്ന ഒരു സ്ത്രീയാണ് എല്ലാത്തിനും സാക്ഷിയായി നിൽക്കുന്നത്. അതുകൊണ്ട് ബെന്നി ആ കേസെടുത്തില്ല. തുടർന്ന് ഈ വീട്ടമ്മ അന്ന് SP ആയിരുന്ന സുജിത് ദാസിനെ പോയി കണ്ട് CIയും DYSPയും തന്നെ പീഡിപ്പിച്ചു എന്ന് പരാതിപ്പെടുന്നു. SP സ്പെഷ്യൽ ബ്രാഞ്ചിനെ കൊണ്ടും സാധ്യമായ മറ്റ് വഴികളൊക്കെ ഉപയോഗിച്ച് കേസ് അന്വേഷിച്ചപ്പോൾ വ്യാജമാണെന്ന് തെളിയുന്നു. അതിനിടയിലാണ് അൻവർ രംഗപ്രവേശനം ചെയ്യുന്നതും സുജിത് ദാസ് പ്രതിക്കൂട്ടിലാവുന്നതും. റിപ്പോർട്ടർ ചാനലിന് VV ബെന്നി എന്ന DYSPയോടെ വല്ലാത്ത കലിപ്പുണ്ട്. ബെന്നി ആയിരുന്നു മുട്ടിൽ മരമറി കേസിൽ റിപ്പോർട്ടർ ചാനൽ ഉടമകളെ അറസ്റ്റ് ചെയ്ത് ജയിലിൽ അടച്ചത്. അന്നു മുതൽ ഈ കേസ് അന്വേഷണം അട്ടിമറിക്കാൻ നീക്കങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ് റിപ്പോർട്ടർ ചാനൽ. അതുകൊണ്ട് തന്നെ അൻവറിന്റെ സഹായത്തോടു കൂടി ഈ വീട്ടമ്മയെ കൊണ്ട് ഈ CIയും DYSPയും SPയും ബലാത്സംഗം ചെയ്യിപ്പിച്ചു എന്നൊരു തിരക്കഥ ഉണ്ടാക്കിയായിരുന്നു. അതായിരുന്നു ബ്രേക്കിംഗ് ന്യൂസായി വന്നത്. പക്ഷെ പോലീസ് പ്രാഥമിക അന്വേഷണം നടത്തി FIR ഇടാൻ വിസമ്മതിച്ചു. ഇതിനിടയിൽ വീട്ടമ്മ പൊന്നാനി മജിസ്ട്രേറ്റ് കോടതിയിൽ കേസ് കൊടുക്കുന്നു. റിപ്പോർട്ടറിന്റെ സ്വന്തമായ റിപ്പോർട്ടറിന്റെ പല കേസുകളും നടത്തുന്ന അഭിഭാഷകനായിരുന്നു വീട്ടമ്മയുടെയും അഭിഭാഷകൻ. പൊന്നാനി മജിസ്ട്രേറ്റ് കേസെടുക്കാൻ മടിച്ചു. കാരണം BNSലെ 175 സെക്ഷൻ 4 ഉപസെക്ഷൻ അനുസരിച്ച് ഉദ്യോഗസ്ഥന്മാർക്കെതിരെ കേസെടുക്കണമെങ്കിൽ പ്രാഥമിക അന്വേഷണം വേണം, മേലുദ്യോഗസ്ഥന്മാരുടെ റിപ്പോർട്ട് വേണം, കുറ്റാരോപിതന്റെ മൊഴി കേൾക്കണം. മേലുദ്യോഗസ്ഥന് DIG അടക്കം അന്വേഷണ സംഘം ഇത് വ്യാജ റിപ്പോർട്ടാണെന്ന് പരാതി കൊടുത്തതോടെ പൊന്നാനി മജിസ്ട്രേറ്റ് കേസെടുക്കാൻ മടിച്ചു. ഈ സമയത്ത് ഇതേ അഭിഭാഷക സംഘം ഈ വീട്ടമ്മയുടെ പേരിൽ ഹൈക്കോടതിയെ സമീപിക്കുന്നു. ഹൈക്കോടതി പൊതുവെ ഇത്തരം കേസുകളിൽ കൊടുക്കുന്ന ഒരു ഉത്തരവിടുന്നു, കേസ് പരിഗണിച്ച് വേണ്ട തീരുമാനമെടുക്കാൻ. ഈ ഹൈക്കോടതി ഉത്തരവ് റിപ്പോർട്ടർ ചാനൽ ആഘോഷിക്കുകയാണ്. ഇതാ പീഡകന്മാർ അകത്താവുന്നു എന്ന് പറഞ്ഞ് അവർ ആഘോഷം തുടങ്ങി. ഹൈക്കോടതി ഉത്തരവിന്റെ അടിസ്ഥാനത്തിൽ പൊന്നാനി മജിസ്ട്രേറ്റ് കോടതി ചെന്നിട്ട് അവർ കേസെടുത്ത് മതിയാവൂ എന്ന് വാശി പിടിക്കുന്നു. ഹൈക്കോടതിയുടെ ഉത്തരവ് ഇങ്ങനെയാണല്ലോ എന്ന് കരുതി FIR ഇടുന്നു. എന്നാൽ അപ്പോൾ തന്നെ പരാതിക്കാരനായ CI വിനോദ് ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ചിൽ അപ്പീലുമായി പോകുന്നു. നിയമവിരുദ്ധമായ നടപടിക്രമമാണ്, കേസ് അന്വേഷിച്ചതിന്റെ പേരിൽ പക വീട്ടുകയാണ്, അതുകൊണ്ട് ആ ഉത്തരവ് തിരുത്തണം എന്നായിരുന്നു ആവശ്യം. ആ ഉത്തരവാണ് ഡിവിഷൻ ബെഞ്ച് ഇന്ന് റദ്ദ് ചെയ്തിരിക്കുന്നത്. അതായത് FIR രജിസ്റ്റർ ചെയ്യാനുള്ള ഹൈക്കോടതിയുടെ സിംഗിൾ ബെഞ്ചിന്റെ ഉത്തരവ് ഡിവിഷൻ ബെഞ്ച് റദ്ദ് ചെയ്തു. എന്നിട്ട് മജിസ്ട്രേറ്റ് കോടതിയോടെ ഹൈക്കോടതിയുടെ നിർദ്ദേശങ്ങൾ പരിഗണിക്കാതെ അങ്ങനെ ഒരു ഉത്തരവില്ലാത്ത തരത്തിൽ സ്വതന്ത്രമായി ചട്ടം പറയുന്നതനുസരിച്ച് തീരുമാനമെടുക്കാൻ ഉത്തരവിട്ടിരിക്കുന്നു. അതായത് മജിസ്ട്രേറ്റ് കോടതിക്ക് ഇനി തീരുമാനിക്കാം കേസ് എടുക്കണോ വേണ്ടയോ എന്ന്. ഇപ്പോഴത്തെ നിയമം അനുസരിച്ച് ഒരു സ്വകാര്യ അന്യായത്തിന്റെ പേരിൽ കേസെടുക്കണമെങ്കിൽ പ്രഥമ ദൃഷ്ടിയ കുറ്റമുണ്ട് എന്ന് തെളിയണം. അതിൽ തെളിയിക്കേണ്ട നടപടിക്രമമുണ്ട്. മേലുദ്യോഗസ്ഥന്റെ റിപ്പോർട്ട് അനുസരിച്ച് ഇങ്ങനെ ഒരു കുറ്റകൃത്യത്തിന്റെ സാധ്യതയുണ്ടെങ്കിൽ മാത്രമേ FIR ഇടാൻ പറ്റൂ. ഇപ്പോൾ റിപ്പോർട്ടർ ചാനൽ ആവേശത്തോടു കൂടിയിട്ട് FIR റദ്ദാക്കപ്പെട്ടിരിക്കുന്നു. ഇനി പുതിയ FIR ഇടണോ വേണ്ടയോ എന്ന് മജിസ്ട്രേറ്റ് കോടതിയാണ് തീരുമാനിക്കേണ്ടത്. ചുരുക്കി പറഞ്ഞാൽ കള്ളക്കേസുമായി രംഗത്തെത്തിയ റിപ്പോർട്ടർ ചാനൽ വീണ്ടും 3G ആയ കാഴ്ചയാണ് നമ്മൾ കാണുന്നത്. നീതിരഹിതമായി ബാർക്ക് റേറ്റിംഗിന് വേണ്ടി എന്തും ചെയ്യുന്ന റിപ്പോർട്ടർ ചാനലിന് ഏറ്റവും ഒടുവിൽ കിട്ടിയ തിരിച്ചടിയാണിത്.
ബാർക്ക് റേറ്റിംഗിൽ അവർ വെറുതെയല്ല താഴേക്ക് പോകുന്നത്. ശത്രു സംഹാരത്തിന് വേണ്ടി ഏതറ്റം വരെ നികൃഷ്ട പ്രവർത്തിയും ചെയ്യും എന്ന് തെളിയിച്ച റിപ്പോർട്ടർ ചാനലിന് ഇതിനേക്കാൾ വലിയൊരു തിരിച്ചടി കിട്ടാനില്ല. നീതിമാന്മാരായ ഉദ്യോഗസ്ഥരെ പീഡനക്കേസിൽ കുടുക്കി ജയിലിലടയ്ക്കാനുള്ള നീക്കമാണ് ഹൈക്കോടതി പൊളിച്ചിരിക്കുന്നത്. ആ ഉദ്യോഗസ്ഥർ ഇനി റിപ്പോർട്ടർ ചാനലിനെതിരെ കേസുമായി പോകും. ആ കേസിൽ ഈ കള്ളവാർത്തയുണ്ടാക്കിയ TV പ്രസാദ് അടക്കം അതിനു കൂട്ടുനിന്ന റിപ്പോർട്ടറിന്റെ മുതലാളിമാരടക്കമുള്ളവർ അഴിയെണ്ണിയാൽ പോലും അത്ഭുതപ്പെടേണ്ടതില്ല.